ഹായ് ഫ്രണ്ട്സ്, കുട്ടികളെ ഊർജ്ജസ്വലരാക്കാം. നമ്മുടെ കുട്ടികൾ എന്നും എനർജിയോടുകൂടി ഇരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളിലെ നിരാശയെ ചെറുപ്പത്തിലേ മാറ്റിയെടുക്കാം. കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കുഞ്ഞുമക്കൾ വാശി കാണിക്കുന്നവരാകാം, പെട്ടെന്ന് സങ്കടപ്പെടുന്നവരാകാം. ഇവരിലെ ഈ സ്വഭാവം മാറ്റാൻ ഒരു നല്ല സുഹൃത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മക്കളുടെ നല്ല സുഹൃത്താവാൻ മാതാപിതാക്കൾക്ക് ശ്രമിക്കാം. കൂടുതൽ അടുപ്പമുള്ളവരോടാണ് കുഞ്ഞുങ്ങൾ വാശി കാണിക്കുന്നത്. അത് നമ്മളോട് തന്നെ ആവണം. അപ്പോൾ നമുക്ക് ആ വാശിയെ മാറ്റിയെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ടോയ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാൻ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞ് അവരുടെ ശ്രദ്ധയെ മാറ്റണം. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരാം എന്ന മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ചില കുട്ടികൾക്ക് പെട്ടെന്ന് സങ്കടം വരുന്നു. അതും ഇതുപോലെ വിഷയം മാറ്റി അവർക്ക് സന്തോഷം കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ മൂഡ് മാറ്റാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ കുഞ്ഞുങ്ങളുടെ നല്ല സുഹൃത്താവാൻ നമുക്ക് സാധിക്കും. നമ്മളുമായി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്യും. ആക്ടിവിറ്റീസിൽ പങ്കെടുപ്പിക്കുക. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പല ആക്ടിവിറ്റീസിലും അവരെ പങ്കെടുപ്പിക്കുക. അതായത് സ്കൂള്, ക്ലബ്ബ് എന്നിവിടങ്ങളിൽ പ്രോഗ്രാമുകൾ കുഞ്ഞുങ്ങളെ ചേർക്കുക. പറ്റുമെങ്കിൽ എല്ലാ മത്സരത്തിലും പങ്കെടുപ്പിക്കുക. പഠനം മാത്രമാകുമ്പോൾ കുട്ടികൾ സാമൂഹികമായി അകന്നു പോകുന്നു. ആർട്സ്, സ്പോർട്സ് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. എന്തെങ്കിലും പ്രൈസ് കിട്ടാതിരിക്കില്ല. അംഗീകാരം ലഭിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങളിലെ എനർജി ലെവൽ വർദ്ധിപ്പിക്കുന്നു. ആദ്യം പങ്കെടുക്കുമ്പോൾ ഒരൈറ്റത്തിൽ പ്രൈസ് ലഭിക്കുമ്പോൾ അടുത്ത വട്ടം എല്ലാത്തിനും പ്രൈസ് ലഭിക്കാനായിട്ട് അവൻ പരിശ്രമിക്കും. നമ്മുടെ സപ്പോർട്ട് കൂടി ആകുമ്പോൾ അവർ ഹാപ്പിയാകും. പറ്റുന്ന വാഗ്ദാനങ്ങൾ നൽകുക. കുട്ടികൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക. അത് ഇങ്ങനെ ചെയ്യാം. കുസൃതി കാണിക്കുന്ന കുഞ്ഞുങ്ങളോട് ഇന്ന് ക്ലാസ്സിൽ അടങ്ങിയിരുന്നാൽ ഈവനിങ്ങിൽ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ എക്സാമിന് ഇന്നിരുന്ന് പഠിച്ചാൽ എക്സാം കഴിഞ്ഞ് പാർക്കിൽ കൊണ്ടുപോകാം എന്നിങ്ങനെ ചെറിയ ചെറിയ വാഗ്ദാനങ്ങൾ കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സാധിക്കാൻ അവരത് ചെയ്യുന്നു. വഴക്ക് പറച്ചിലും ഉപദേശവും ഒഴിവാക്കുക. സ്ഥിരമായി വഴക്ക് പറയുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ അത് കുട്ടികളിൽ നിരാശയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ വഴക്ക് പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്താൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് ഭയങ്കരമായ ഉപദേശത്തിലൂടെ ആവരുത്. അവർക്ക് പറ്റുന്ന രീതിയിൽ കളികളിലൂടെയും ചിരികളിലൂടെയും അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞു കുട്ടികളാണ്, തെറ്റുകൾ പറ്റാൻ സാഹചര്യങ്ങൾ ഏറെ ഉള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരോട് മര്യാദപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.